ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയ മിനി വ്ളോഗാണ്, എ ഡേ ഇൻ എ ലൈഫ്. നമ്മൾ ജസ്റ്റ് വെളിയിലോട്ടൊന്ന് ഇറങ്ങുക. ചെറിയൊരു പരിപാടിയുണ്ട്. വെതർ വാർണിംഗും ഒക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് ബ്ലോയിങ് സ്നോ ഉണ്ട്. നമ്മുടെ ഇവിടെ മഞ്ഞാണ്. മഞ്ഞാകുമ്പോൾ നമ്മൾ പുതിയൊരു ഡാഷ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഗൈസ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മേനെയും പിക്ക് ചെയ്തുകൊണ്ട് വന്നു. എന്നിട്ട് വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മൾ വെളിയിൽ പോകാമെന്ന് വിചാരിച്ചു. സ്റ്റില്ല് നല്ല മഞ്ഞുണ്ട്. റോഡൊന്നും ഒട്ടും ക്ലീൻഡ് അല്ല. ഫുള്ള് മഞ്ഞ് പെയ്ത് ഇങ്ങനെ കുറുകുറാന്ന് ഇരിക്കും, ഇങ്ങനെ തെന്നി പോകുന്ന പോലെ. അങ്ങനെ നമ്മൾ മോണ്ടാനാസി എത്തി. വീക്കെൻഡ് ആയതുകൊണ്ട് സാധാരണ നല്ല ബിസി ഉള്ളതാണ്. അന്ന് മഞ്ഞൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പം ബിസി അല്ല, ഇനി പോരേന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ നിൽക്കും, ഒരു വെയിറ്റർ വരും, എന്നിട്ട് നമ്മളെ ഇടയുള്ളൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകും. ഇവിടെ ഇതിനകത്ത് നല്ല വുഡ് കൊണ്ടൊക്കെ ചെയ്തേക്കുവാണേ. എന്നിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാനിരിക്കും. എന്ത് ഓർഡർ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയെങ്കിലും ഇവിടെ വന്നപ്പം ഒന്നും കൂടെയൊക്കെ ഇങ്ങനെ പേജൊക്കെ മറിച്ചിങ്ങനെ പടമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിനകം നല്ലൊരു ആംബിയൻസൊക്കെ, നല്ലൊരു വൈബുണ്ട് അതിനകത്ത്. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ആദ്യം നേരം എടുത്തില്ല, ഒരു 15 മിനിറ്റിനകം തന്നെ ഫുഡ് വരാൻ തുടങ്ങി. ആദ്യമേ നമ്മളൊരു ഹൗസ് സാലഡ് പറഞ്ഞു, പിന്നെ അപ്പോൾ ഒരു സ്റ്റീക്ക് പൊറോട്ട ബോൾ, റിയ ഒരു ഗ്രിൽ ചീസ്, റിയോണ് ഒരു 8 പീസിൻ്റെ വിങ്സ് പറഞ്ഞായിരുന്നു. പിന്നെ ഞാനൊരു പോർക്കിൻ്റെ റിബ്സ്, ഓണിയൻ റിങ്സും, പിന്നെ ഒരു 4 ചിക്കൻ വിങ്സും, പിന്നെ കുറച്ച് സ്റ്റേക്കിൻ്റെ പീസും ഉള്ള ഒരു പ്ലാറ്ററാണ് പറഞ്ഞത്. നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റായിരുന്നു കഴിച്ച എല്ലാത്തിനും. പിന്നെ നമ്മൾ 2 ഡ്രിങ്ക്സ് പറഞ്ഞു, ഒരു പീച്ചിൻ്റെ ഒരു സ്ട്രോബെറിയുടെയും പീന കൊളാഡ ഡ്രിങ്ക്സ്, പിന്നെ റിയ ഒരു ഹോട്ട് ചോക്ലേറ്റിൻ്റെ ചിൽഡ് ഡ്രിങ്ക്സും കൂടെ. പിന്നെ എല്ലാ ഫുഡും നമ്മൾ പൊളിച്ച് അടുക്കി അകത്താക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. നമ്മളങ്ങനെ ഇറങ്ങി. നമ്മളിന്ന് പോയ വഴി വന്നതിനേക്കാളും മോശമായിട്ടായിരുന്നു റോഡൊക്കെ കിടന്നത്. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ വീട്ടിലെത്തി. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വ്ളോഗ്.